നമുക്ക് ഇറ്റലിക്കാരുടെ ഓണാഘോഷം ഒന്ന് കണ്ടു നോക്കാം. ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഉത്സവം, പുഷ്പോത്സവമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 2025 നമ്മളെല്ലാവരും ഓണാഘോഷിച്ചപ്പം നമ്മുടെ പോലെ തന്നെ ഇവിടെയുള്ള ഗ്രാമക്കാർ, ഇവർക്ക് ഈ വേനലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല ഫെസ്റ്റിവലാണ് കേട്ടോ. ഈ നിൽക്കുന്നവർ ഞങ്ങളുടെ അയൽവാസികളാണ്. ഞങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ പിന്നെ ഒരു വാഹനം മേടിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം നല്ല റീസണബിൾ വിലയ്ക്ക് നമുക്ക് അവർ വാഹനം തരികയും ചെയ്തു. നല്ല ആൾക്കാരാണ്. നമുക്ക് ഷോറൂമിലൊക്കെ ചോദിക്കുന്നതിനെക്കാട്ടിനുമൊക്കെ ഒത്തിരി പിന്നെ വിലയിൽ വ്യത്യാസമുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാഹനം മേടിച്ചപ്പം കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു തട്ടുകടയാണ്. ശരിക്കും പറഞ്ഞാൽ തട്ടുകടയല്ല, ഒരു തട്ട് ബാറാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ബാറിലൊക്കെ ഈ മഞ്ഞുകാലം അങ്ങോട്ട്, തണുപ്പ് അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേന് ഓരോ ബാറുകാരും ഓരോ ഫെസ്റ്റിവൽ പോലെ കാര്യങ്ങൾ നടത്തും കേട്ടോ. നല്ല രസമാണ്. അതുകൊണ്ട് ഈ വഴികളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. വാഹനങ്ങളൊന്നും അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി നടന്ന് മാത്രമേ നമുക്കും പോകാൻ പറ്റുള്ളൂ. ഗ്രാമത്തിലെ ഒരു വീതിയാണ്. ആ വീതിയിൽ കൂടെ നമുക്കൊന്ന് കടന്നു പോയി നോക്കാം. മൊത്തം ഇറ്റലിക്കാർ തന്നെയാണ് കേട്ടോ. എല്ലാം നല്ല മനോഹരമായ ഒരു ഗ്രാമമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതിലേക്ക് നടക്കാനൊക്കെ ഇറങ്ങുന്നതാണ് വൈകുന്നേരങ്ങളിൽ കൂടെ കേട്ടോ. എന്ത് മനോഹരമായിട്ടാണ് അവരിത്. ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ പൂക്കൾ മാത്രമല്ല, കുറേ ധാന്യങ്ങൾ, കായ്കൾ, പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം വെച്ചാൽ കേട്ടോ ഇവർ ചിത്രം വരയ്ക്കുന്നത്. ഇവർ ചിത്രം വരയ്ക്കാൻ ഒരു എളുപ്പപ്പണി ചെയ്തേക്കുന്നത്. എല്ലാവരും ഞാൻ നോക്കിയിട്ട് എല്ലാം നോക്കി ഒരു ഫ്ലെക്സ് കൈകാര്യം ചെയ്ത്, ഫ്ലെക്സിൽ പടം പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഔട്ട്ലൈൻ പ്രിൻറ്റിങ്ങിന് അത് ചെയ്തിട്ടാണ്, അതിലാണ് ഇവർ ഈ പൂക്കളെല്ലാം കൊണ്ട് ഡിസൈൻ ചെയ്യുന്നത്. പല വർണ്ണങ്ങളിലുള്ള പൂക്കളും കാര്യങ്ങളും ധാന്യങ്ങളും പൊടികളും എല്ലാം ഇവർ ഇതിലേക്ക് ആഡ് ചെയ്താണ് ഈ പിക്ചർ വരയ്ക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ട് പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുന്നു. അത് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുന്ന എന്താണ് എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഓരോ വീട്ടുകാരോ അല്ല സുഹൃത്തുക്കൾ മാത്രമായിട്ടോ ഒക്കെ ആയിരിക്കാം നടക്കുന്നത്. പക്ഷേ ഈ ഗ്രാമത്തിന് വലിയൊരു പ്രത്യേകത, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യർ കേട്ടോ. നമ്മൾ രാവിലെയും വൈകുന്നേരവും എപ്പോൾ കണ്ടാലും ഇവരെല്ലാവരും നമ്മളെ ഇങ്ങോട്ട് കയറി ആദ്യമേ ഗുഡ് മോർണിംഗ് പറയും. ഇവിടെ ഗുഡ് മോർണിംഗ് എന്നല്ല പറയുക, ബൊഞ്ചോർണോ എന്ന് പറയും. അതനുസരിച്ച് വൈകുന്നേരങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ അവർ ആ സമയത്ത് ഈവനിങ്ങാണ് കാണുന്നെങ്കിൽ ഏത് സമയത്താണോ കാണുന്നത് അവർ നമ്മളെ എല്ലാവരും ഏതാണ്ട് നമ്മളിപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയ പിന്നെ ഇവരൊക്കെ നമ്മളെ പലപ്പോഴായിട്ടും നമ്മളെ ഇങ്ങോട്ട് കണ്ട് ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് നമ്മൾ പുറമേ നിന്ന് വന്ന് താമസിക്കുന്നതെന്ന്. അപ്പോൾ അവർക്ക് ഒക്കെ ആ ഒരു നമ്മളെ കാണുമ്പം തന്നെ അവർ ഇങ്ങോട്ട് ആദ്യമേ ബൊഞ്ചോർണോ, ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞുകൊണ്ട് നല്ല വിഷ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. വഴിയെ നടന്നു പോയാലും ഒക്കെ അത് വലിയൊരു ഇതായിട്ട് നമ്മുടെ നാട്ടിലൊന്നും പരസ്പരം ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഹായ് ബോയ് എന്നൊക്കെ പറഞ്ഞൊക്കെ പോകുന്നത്, കൂട്ടുകാരാണെങ്കിൽ. അല്ലെങ്കിൽ പരസ്പരം പരിചയമില്ലാത്ത പോലെയൊക്കെ നടന്നങ്ങ് പോകത്തേ ഉള്ളൂ ആൾക്കാരൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനല്ല, നല്ല ഇതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇതൊരു വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്കാണ് ഞങ്ങളിതിൽ നടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് ഇതെല്ലാം ഫിനിഷായി നിൽക്കുന്നത്. വൈകുന്നേരം അവർക്കുള്ള ഭക്ഷണപാനം എല്ലാം ഇവിടുന്ന് തന്നെ ഈ കമ്മ്യൂണെ എന്നാണ് ഇവിടെ പറയുക. മുനിസിപ്പാലിറ്റിയുടെ അല്ലെ പഞ്ചായത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിലും പള്ളിയുടെ നേതൃത്വത്തിലും ഒക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൂടുതലും നടക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇവിടെ ഇച്ചിരി തണുപ്പ് കൂടുതലുള്ളൊരു സ്ഥലം കൂടിയാണ്. അത് കാരണം എനിക്ക് തോന്നുന്നത് ജോലിയുള്ള ആൾക്കാരൊന്നും വീക്കെൻഡുകളിലാണ് വരുന്നത്. വീക്കെൻഡുകളിൽ വരും, ഇവിടെ വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെ എല്ലാം കാണാൻ പറ്റുന്നത് നമുക്ക് ഇതേപോലുള്ള ഫെസ്റ്റിവലുകളിലൊക്കെ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഈ പ്രദേശത്ത് വളരെ ആൾക്കാരുടെ ഒരു എന്താ പറയുക കുറവാണ്. ഏതാണ്ട് 10,000-2,000 പേര് താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ നമ്മളല്ലാത്ത സമയത്ത് നോക്കിയാൽ ഒരു 100-400 പേരെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഗ്രാമം, നല്ല എന്താ പറയുക, വളരെ
കരുതലോട് അല്ല എന്താ പറയുക കരുതൽ അങ്ങനെയൊക്കെ ഇരുന്നാണ് അവർ ആ പിക്ചർ വരയ്ക്കുന്നത്. നമുക്ക് എന്താ പറയുക നമ്മൾ ചിത്രരചന നടത്തുന്ന പോലെ പൂക്കളിട്ട് അവരൊരു നല്ല ഭംഗിയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല രീതിയിലും പല വർണ്ണത്തിലുമുള്ള ഒരിത്. എനിക്ക് തോന്നുന്നു ഈ ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് പരസ്പരം കാണാനും കൂട്ടുകൂടാനും ഒക്കെ ഇങ്ങനത്തെ ഫെസ്റ്റിവൽ ഈ ഒരു ഫെസ്റ്റിവൽ മാത്രമല്ല കേട്ടോ ഉള്ളത്. ഞങ്ങൾ ഇതിന് മുന്നേ ഞങ്ങൾ വേറൊരു ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. അന്ന് എനിക്കത് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇവിടെ തന്നെ ഈ മത്തങ്ങാപ്പൂവിൻ്റെ അകത്ത് ഇറച്ചിയും മീറ്റും ഒക്കെ നിറച്ചുള്ള ഒരു ബിയറും ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയിൽ ഇതേപോലെ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം വന്ന് ഒരു ഗാനമേള പോലെ നമ്മുടെ നാട്ടിൽ ഒരു ഫ്യൂഷൻ ഒക്കെ വെച്ച് അവരെല്ലാം സന്തോഷമായിട്ട് എല്ലാവരും അങ്ങനെ കുറേ ഈ വേനലായി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഈ മിക്കയിടത്തും ഇതേപോലെയുള്ള ഫെസ്റ്റിവലുകളാട്ടോ. ഈ ഗ്രാമത്തിൽ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവലാണെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറൊരു ഫെസ്റ്റിവലാണ്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ അടുത്ത മാസം ഏതാണ്ട് 4-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ വേറൊരു രീതിയിലുള്ള ഫെസ്റ്റിവൽ പന്നിയിറച്ചിയും പിന്നെ വൻപയറും ഒക്കെ ഇട്ടുള്ള ഒരു തരം ഫുഡ് അതിൻ്റെ ഒരു ഫെസ്റ്റിവൽ. അതിൻ്റെയൊക്കെ ഈ നോട്ടീസ് ബോർഡുകളിൽ നമ്മൾ അതിൻ്റെ ഇതൊക്കെ കാണാം. എന്നും കാണാം ഇതേപോലെ ധാരാളം ആൾക്കാരെ കേട്ടോ. നല്ല എന്താ പറയുക നമുക്ക് തന്നെ മനസ്സിന് നമ്മുടെ നാട്ടിലൊന്നും വളരെ കുറവായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇവരുടെയൊക്കെ ഇങ്ങനത്തെ ഫെസ്റ്റിവലുകളിലെ കൂടിക്കാഴ്ചകളൊക്കെ. ഇവിടെയൊക്കെ ഞാൻ വന്നപ്പം ഞാൻ ആലോചിച്ചിരുന്നത് ഇവിടെ ധാരാളം വയസ്സായിട്ടുള്ളവർ മാത്രമല്ലേ ഉള്ളൂ, ചെറുപ്പക്കാരെ ഒന്നും കാണാനില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇങ്ങനത്തെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴത്തേന് കാണണം ഇവിടെ ധാരാളം എന്താ പറയുക കുട്ടികളുള്ള ഒരു ഏരിയയാണ്. പക്ഷേ അവരെയൊക്കെ നമുക്കൊന്ന് കാണണമെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരെയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫെസ്റ്റിവലോ കാര്യങ്ങളോ വരണം. എന്നാൽ മാത്രമേ ഇവരൊക്കെ ഇവിടെ വന്ന് താമസിക്കുകയുള്ളൂ. ഇവിടുത്തെ എല്ലാ വീടുകളിലും പ്രായമായിട്ട് ഏതാണ്ട് വീടുകൾക്കൊക്കെ 100-300 500 വർഷങ്ങളൊക്കെ പഴക്കമുള്ള വീടുകളൊക്കെ കേട്ടോ. ഇവർ പഴമയെ വല്ലാണ്ട് സ്നേഹിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇവിടെയുള്ള ആൾക്കാരെ. എനിക്ക് കാണുമ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. കാരണം ഞാൻ ഇവിടുത്തെ വാഹനങ്ങളൊക്കെ പ്രായമുള്ളവരൊക്കെ ഇവിടെ ഒരു 80 വയസ്സ് 85 വയസ്സുള്ള അമ്മമ്മമാരും അപ്പാപ്പന്മാരും ഒക്കെയാണ് ഇവിടെ വാഹനങ്ങൾ കൂടുതൽ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ കാണുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നത് ആ പ്രായത്തിലൊക്കെ ആൾക്കാർ ഡ്രൈവർമാരെ വെച്ചോ ഇല്ലെങ്കിൽ വാഹനം തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സമയം. പിന്നെ ഒരു 40 വർഷമോ 50 വർഷമോ ഒക്കെ ആയിട്ടുള്ള പഴക്കം ചെന്ന വാഹനങ്ങളൊക്കെ ഇവർ കൊണ്ടു നടക്കുന്നത് കാണാറുണ്ട്. പുറമെ സിറ്റികളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഗ്രാമപ്രദേശത്തൊക്കെ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഓടിച്ചു നടക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് പ്രൗഢിയോടെ അവരൊക്കെ നല്ല ജോലി ചെയ്യുന്ന സമയത്ത് എടുത്ത വലിയ വലിയ വാഹനങ്ങളാണ് കേട്ടോ. നിസാൻ പട്രോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥരുടെ ഒരു വാഹനം നമ്മൾ ഇതേപോലെ കാണാനിടയായി. അപ്പം അതാണ്ട് 40 വർഷം മുമ്പ് പുള്ളിക്കാരൻ ഇപ്പോഴും അത് ഉപയോഗിച്ച് നടക്കുന്നു. പറഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പൂക്കളത്തെക്കുറിച്ചൊന്നും പറയാനായിട്ട് പറ്റിയില്ല. എന്തായാലും ധാന്യങ്ങൾ, ഗോതമ്പുണ്ട്, പരിപ്പുണ്ട്, പയറുണ്ട്, എന്തൊക്കെയോ പൊടികൾ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് ഇവരിവിടെ ഇത് നോക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്തേക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇതെല്ലാം എന്താ പറയുക ഒരു ക്രിസ്തീയ രീതിയിലുള്ള കുറേ കുരിശുണ്ട്, ക്രിസ്തീയ ദൈവങ്ങളുടെ പടങ്ങളുണ്ട്, ഇവിടുത്തെ ഫുട്ബോൾ ആൾക്കാരുടെ പടങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഇവർ കൂടുതൽ ചിത്രങ്ങളെക്കാട്ടും എന്ന് വെച്ചാൽ മറ്റേ കളവിട്ട് നമ്മുടെ പൂക്കളം ഓണത്തിനിടുന്നതിനെക്കാട്ടിലും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും വളരെ മനോഹരമായ ഒരു രാത്രിയാണ്. നമ്മുടെ നാട്ടിലെപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നാലും ഇവിടെ ഒരു അനൗൺസ്മെൻറ്റോ ഒരു പാട്ടോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും നമുക്കിതുവരെ കേൾക്കാൻ സാധിച്ചില്ല കേട്ടോ. ഇവരെല്ലാം വളരെ സൈലൻ്റ് ആയിട്ടുള്ള, വളരെ ശബ്ദം കുറച്ച്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 3-4 പേര് നടന്നു പോകുമ്പം നമ്മൾ പറയുന്ന വർത്താനം ഇവർക്ക് കുറേ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് തോന്നുക ശരിക്കും. ബാക്കി ഇവരെല്ലാവരും പതിഞ്ഞ ശബ്ദത്തിലാണ് സംസാരിക്കുന്നതൊക്കെ. നമുക്കത്രയും താഴ്ന്ന ശബ്ദത്തിൽ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവുക പോലുമില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നും.
എനിക്ക് തോന്നുന്നു പള്ളിയിൽ നിന്ന് തന്നെ അവർ ഈ കമ്മ്യൂണിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു ഇവർക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. എന്തായാലും ഇങ്ങനെ വളരെ വൈകി രാത്രിക്ക് എഴുന്നേറ്റ് വന്ന് ഇതെല്ലാം കാണാൻ പറ്റിയത്. ഏതാണ്ട് ഉറക്കം പിടിക്കുന്ന സമയം നമ്മളൊക്കെ ആ സമയത്താണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇറ്റലിക്കാരുടെയൊക്കെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്, ഇവരെല്ലാവരും പകൽ ഇപ്പം ഒരു ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ ശനിയാഴ്ച മാക്സിമം, ഞായറാഴ്ച മാക്സിമം രാത്രി വരെ ഇവർ എൻജോയ് ചെയ്ത് നിന്നിട്ട് പകൽ ഒരു 11 മണിയോടെയൊക്കെ കൂടെ എഴുന്നേൽക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ. എല്ലാവർക്കും നമ്മളിങ്ങനെ മൊബൈലിലൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് അവർക്ക് യാതൊരു വിഷയമോ ഒന്നുമില്ല. നമ്മൾ മൊബൈൽ ഷൂട്ട് ചെയ്യുന്നത് അവരെല്ലാം നോക്കുന്നുണ്ട്. അവരതൊരു കാണുമ്പോൾ ഒരു ചിരിയായിട്ട് തോന്നും. അല്ലെ പിന്നെ തിരിച്ച് ആ മൊബൈലിലേക്ക് നോക്കി എന്തെങ്കിലും ആംഗ്യം കാണിക്കുകയോ അങ്ങനെയൊന്നുമില്ല. വല്ല കുട്ടികളൊക്കെ എന്തെങ്കിലും കാണിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ മൊബൈലിലേക്ക് നോക്കി. എന്നാലും അവരൊരു ഇതുപോലെ കാണിക്കുള്ളൂ. എന്താ പറയുക, ഒരു നല്ല പുഞ്ചിരിയോടുകൂടി അവർക്കത് ഒരു വെറുപ്പായിട്ടൊന്നും അവർ കാണിക്കില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ മൊബൈലിലൊക്കെ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവർ എന്താ പറയുക, മുഖം തിരിക്കും, ഇല്ല നമ്മളെ കാണുമ്പം മുഖം മാറ്റി എന്തെങ്കിലും പറയും. ഇവിടെ അങ്ങനത്തെ യാതൊരുവിധ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുകയോ, നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. അതും വലിയൊരു കാര്യമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മൊബൈലിലാണ് ഇത് രാത്രിക്ക് 12 മണിക്ക് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുവാണ് മൊബൈൽ. എന്തായാലും എനിക്കും വളരെ നല്ലൊരു ഇതായിരുന്നു. നമ്മുടെ നാട്ടിൽ ധാരാളം ചെറുപ്പകാലത്തൊക്കെ ഈ പൂക്കള മത്സരങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ നേതൃത്വത്തിൽ, ക്ലബിൻ്റെ നേതൃത്വത്തിൽ, സംഘടനകളുടെ നേതൃത്വത്തിൽ, സ്കൂളുകളിൽ ഒക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ അതൊക്കെ കുറേ നാളായിട്ട് പിന്നെ കാണാറൊന്നുമില്ല. പങ്കെടുക്കാനൊട്ട് സമയവും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പം നമ്മുടെ എല്ലാം സമയത്തിന് അനുസരിച്ച് ഇവിടെ നല്ലൊരു പൂക്കളവും, രാവിലെ വന്നിട്ട് വേണം ഇതിൻ്റെ ബാക്കിയുള്ള വിഷ്വൽസ് എല്ലാം കൂടെ ഫുള്ളായിട്ട് തീർന്നത് കാണിക്കാനായിട്ട്. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റി. എന്നാൽ എന്താണ്, ഒരു ക്രിസ്തുവിൻ്റെ രൂപമാണെന്ന് തോന്നുന്നു, മാർപ്പാപ്പയുടെ രൂപം പഴയ കാലത്ത്. എന്നുവെച്ചാൽ പ്രശസ്തരായവരുടെയൊക്കെ രൂപമൊക്കെയാണ് അവർ ഇവിടെ പൂക്കളം പോലെ ഇടുന്നത്. അല്ലാതെ പൂക്കളവും ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഇടുന്ന ഒരു ഓണത്തിനിടുന്ന പൂക്കളത്തിൻ്റെയൊക്കെ ഏതാണ്ട് രീതിയിൽ തന്നെയാണ് ഇവരും ചെയ്യുന്നത്. പക്ഷേ ഇത് പിള്ളേരും ചെറുപ്പക്കാർക്കൊക്കെ ഇതൊരു ആഘോഷമാണ് ശരിക്കും. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ പരസ്പരം കാണാനും മിണ്ടാനും പിടിക്കാനും ഒക്കെ പറ്റുന്നത് ഇങ്ങനെ ഒരു സമയത്താണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഇതിൻ്റെ പകുതി ആയിട്ടുള്ളായിരുന്നു, പൂർണ്ണമായിട്ടില്ല ഇപ്പോഴും. അത് അതിൻ്റെ പുറത്ത് ഇനിയും ബാക്കിയും കൂടെ ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഫുട്ബോൾ താരത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. മാതാവിൻ്റെ രൂപം. അങ്ങനെ എല്ലാവരെയും ഇറ്റലിക്കാരുടെ ഓണം ഫെസ്റ്റിവലിലും കാണിക്കാൻ പറ്റി. ഒരു തെരുവ് മുഴുവനാണ് കേട്ടോ. നമുക്കൊരു നല്ല ദൂരത്തിൽ പ്രായമുള്ളവരും എല്ലാവരും കൂടെ ചേർന്നാണ് കേട്ടോ നമുക്ക് ഇവിടെ ഈ പിന്നെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഫുൾ ഫാമിലി ഉണ്ട്, അല്ലാതെ പ്രായമുള്ളവർ, ചെറുപ്പക്കാർ അങ്ങനെയൊന്നുമില്ല. എല്ലാ വയസ്സായിട്ടുള്ള ധാരാളം അപ്പന്മാരും അമ്മമ്മമാരും എല്ലാം ഇത് വന്നിരുന്ന് കാണുകയും പൂക്കളം ഇടുന്നത് സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ തെരുവിൽ കൂടെ നടക്കുമ്പോൾ ഇത് കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ പൂക്കളത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഓരോ വീടിൻ്റെയും അതൊക്കെ നമ്മുടെ മദർ തെരേസയെ വരെ ഇവർ ഇറ്റലിക്കാർ ഇത് ചെയ്യുന്നുണ്ട്. വിശുദ്ധയായ മദർ തെരേസ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടല്ലേ. പൂക്കളൊക്കെ ഇട്ട് രാവിലെ വരുമ്പം കാണാൻ പറ്റുമായിരിക്കും. രാവിലെ പള്ളിയിൽ പോകാൻ വരുമ്പോഴത്തേന് പള്ളിയുടെ പരിസരത്തോട് ചേർന്നാണ് ഈ റോഡ് കിടക്കുന്നത്. അപ്പം പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപമൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്കിന് ബാക്കി കാര്യങ്ങൾ ഞാൻ നാളെ രാവിലെ പറ്റിയാൽ കാണിച്ചു തരാം. രാവിലെ വരുന്നതിന് മുമ്പേ മഴ പെയ്ത് ഇവിടുത്തെ ഇതൊന്നും ഒലിച്ചു പോയിട്ടില്ലെങ്കിൽ, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പോകും കേട്ടോ. ഇവിടുത്തെ ഇതെല്ലാം കൂടെ ഒലിച്ചു പോകും. മഴയൊന്നും പെയ്യാൻ സാധ്യതയില്ല. ഇവിടെയൊക്കെ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണമാണ്, അപ്പം മഴയൊന്നും കാണത്തില്ല. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ പൈപ്പ് അടച്ചു വെക്കുന്ന സ്വഭാവമൊന്നുമില്ല കേട്ടോ. ഫുൾ ടൈം ഇതിൽ കൂടെ വെള്ളം നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് കോരി കുടിക്കാനല്ല, പിടിച്ച് കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമാണ് അതിലെ വരുന്നത്. ഇവിടെയുള്ള മിക്ക പൈപ്പുകളും, ഏതാണ്ട് ഭൂരിപക്ഷം പൈപ്പുകളും ഇങ്ങനെ തന്നെയാണ്.
തുറന്നു വെച്ചേക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ പൈപ്പുകളൊന്നും അടച്ചു വെച്ചേക്കുന്നതായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എന്തായാലും ആ പള്ളിയിലേക്ക് കയറുന്ന വഴിയിലെ അത്ര ഭാഗത്താണ് പൂക്കളം ഇല്ലാത്ത കേട്ടോ. പിന്നെ അടുത്ത ഭാഗത്തിരുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും ഇവിടെയൊക്കെ എന്താ മോഡലുകളോ എന്തൊക്കെയോ രീതിയിലുള്ള പടങ്ങൾ എല്ലാം വെച്ച് വരയ്ക്കുന്ന. രാവിലെ കണ്ടാൽ പൂർണ്ണ രൂപം അറിയാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പോലത്തെ സാധാരണ രീതി. ക്രൂശിത രൂപം, ഇതൊക്കെയാണ് ഇവിടുത്തെ പൂക്കളത്തിൻ്റെ പ്രത്യേകത. എന്തായാലും ഇത്രയും ആൾക്കാരെ ഈ പ്രദേശത്ത് ഒന്നിച്ച് കാണാൻ പറ്റിയത് ഇങ്ങനത്തെ ഫെസ്റ്റിവൽ വന്നപ്പോഴാണ് കേട്ടോ. എന്തായാലും അത് തന്നെ വലിയൊരു കാര്യം, ഇത്ര ആൾക്കാരുണ്ടെന്ന് തന്നെ അറിയുന്നത്. ഇതുപോലെ തന്നെ തൊട്ടടുത്ത ഗ്രാമത്തിലൊക്കെ ഫെസ്റ്റിവലുണ്ട്. കാരണം ഞങ്ങൾ ഈ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കാണാം അങ്ങോട്ടുള്ള അവിടെയൊക്കെ ഇങ്ങനത്തെ ഫെസ്റ്റിവലിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വച്ചേക്കുന്നത്. നല്ലൊരു കാഴ്ചയാണ്, നമുക്ക് നല്ലൊരു എൻജോയ്മെൻ്റാണ്. കുട്ടികളും മുതിർന്നവരും ഇപ്പം വന്നപ്പോഴാണ് ഒരാൾ നമ്മളെ എന്തോ കാണിക്കുന്നത്. ഇത്രയും നേരം മൊബൈലെടുത്ത് കണ്ട് നടന്നിട്ട് ജയ് വിളിക്കുന്ന പോലെ കാണിക്കുന്നു. എന്തായാലും കൊള്ളാം, എല്ലാവർക്കും സംഗമിക്കാനും. ഇതൊക്കെ പാതിരാത്രി വെളുപ്പിനെ 4 മണി 5 മണി വരെ എനിക്ക് തോന്നുന്നു ഈ പൂക്കളങ്ങൾ തന്നെ ഇട്ടുകൊണ്ടിരിക്കും ഇപ്പോഴത്തെ സമയം അനുസരിച്ച്. നാളെ ഇവരൊക്കെ എപ്പോഴാണോ എഴുന്നേറ്റ് പള്ളി വരുമ്പോഴും കാണാനും ഒക്കെ പറ്റുന്നത്. കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഈ തിരുവേദികളിലൂടെ കണ്ടത്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത കേട്ടോ, പ്രായമുള്ളവരൊക്കെ നടക്കും. പ്രായമുള്ളവർ മാത്രമല്ല, ചെറുപ്പക്കാർ, അവരുടെയൊക്കെ കൂടെ ഒരു പട്ടിയും കാണും. ഇത് വലിയൊരു തെരുവായിരുന്നു. ഈ 2 സൈഡിലും ഉള്ളത് 150 വർഷം 200 വർഷം 300 വർഷമൊക്കെ പഴക്കമുള്ള പല വീടുകളാണ്. പക്ഷേ ഒരു വീടെന്ന് പറയുന്ന ഒരു വീട്ടിൽ പല ആൾക്കാരാണ് താമസിക്കുന്നത് കേട്ടോ. അങ്ങനെ വേർതിരിച്ചാണ് ഇവിടെ കണ്ടേക്കുന്നത്.